പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ശ്രീ NG ബാബുജി സാർ, മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് എത്തിച്ചേർന്നിട്ടുള്ള CSDSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സുനിൽ K. തങ്കപ്പൻ, മുൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ CM തങ്കച്ചൻ, ശ്രീ KC രാജേന്ദ്രൻ, സെക്രട്ടറി സൊസൈറ്റി ഓഫ് GRD സ്റ്റഡീസ്, കവിയായ ശ്രീ സലീം ചന്ദ്രകുമാർ, സ്വാഗതം ആശംസിച്ച ശ്രീ AR ദിവാകരൻ, കൃതജ്ഞത പ്രകാശിപ്പിക്കുന്ന പ്രോഗ്രാം കോർഡിനേറ്റർ കൂടിയായ ശ്രീ MS വിജയൻ, വേദിയിലിരിക്കുന്ന ബഹുമാനായ തമ്പിച്ചാൻ, മറ്റ് സ്നേഹമുള്ള സഹോദരങ്ങൾ, എന്തുകൊണ്ടും വളരെ ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാമാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഏറെക്കാലമായി പല വിധത്തിൽ ഔപചാരികമായിട്ടും അനൗപചാരികമായിട്ടും ചർച്ച ചെയ്തിരുന്ന ഒരു ഫോറമാണ് ആദ്യ പഠനവേദി എന്നത്. വളരെ മഹത്തായ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ലളിതമായ ചില പ്രവർത്തനമാണ് ഇതിലൂടെ സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഈ സമീപകാലത്ത് ഞാൻ എൻ്റെ പ്രസംഗം അധികം ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ സമയവും കൂടെ പരിഗണിച്ചുകൊണ്ട് ഈ സംരംഭത്തിൻ്റെ ചെറിയ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ വിശകലനം കൂടെ നടത്തി ഞാൻ അവസാനിപ്പിക്കാമെന്ന് മുൻകൂട്ടി പറയുകയാണ്. സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രവണത, സർഗാത്മകമായ മേഖലകളിൽ നിന്നും യുവജനങ്ങളും മറ്റുള്ളവരും പൊതുവിൽ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ അവർ അത്തരം മേഖലകളിൽ വേണ്ടത്ര പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു വസ്തുത നമുക്ക് കാണാം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ അവരുടെ സർഗാത്മകമായ വൈജ്ഞാനികമായ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് നിലനിൽക്കുന്നത് എന്ന് വേണ്ടത്ര പഠിക്കപ്പെടുന്നില്ല എന്നൊരു വസ്തുതയുണ്ട്. ഒരു പ്രത്യേക കാലഘട്ടം മുതൽ നമ്മൾ ഇങ്ങോട്ട് കാണുന്ന ഒരു വലിയ പ്രത്യേകത, ചാനലുകളിലെ വലിയ തോതിലുള്ള ആക്ടിവിസ്റ്റുകളുടെ ചില പ്രതികരണങ്ങളും ചർച്ചകളുമാണ്. തീർച്ചയായിട്ടും ഒരു സമുദായം എന്ന നിലയിൽ, പ്രസ്ഥാനം എന്ന നിലയിൽ ദരിദ്രർക്ക് ആവശ്യമാണ്, പ്രതികരണങ്ങൾ ആവശ്യമാണ്, ചില സംഭവങ്ങളോട് ചില യാഥാർത്ഥ്യങ്ങളോടുള്ള പ്രതികരണം നമുക്ക് ആവശ്യമാണ്. അതോടൊപ്പം ഈ കേവല പ്രതികരണങ്ങളിൽ മാത്രം നിലനിന്ന് പോകാൻ മതിയോ? നമുക്കിടയിൽ എഴുത്തുകാർ വേണ്ടേ, ചിന്തകന്മാർ വേണ്ടേ, കലാകാരന്മാർ വേണ്ടേ എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് വേണ്ട പോലെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമ്മൾ കാണുന്ന പ്രധാന പ്രത്യേകതകളിൽ ഒന്ന്, വലിയ തോതിലുള്ള കലാകാരന്മാർ നമ്മുടെ സമൂഹത്തിൽ വേണ്ടതുപോലെ പരിഗണിക്കപ്പെടാതെയും ശ്രദ്ധിക്കപ്പെടാതെയും നിൽക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്ന ഒരു പ്രധാന കാര്യം ഈ ചലച്ചിത്ര മേഖലകളിലാണ്. ഷോർട്ട് ഫിലിമിൻ്റെയും ഡോക്യുമെൻ്ററികളുടെയും ഒക്കെ വലിയ മേഖലകളിൽ ഇടപെടുന്ന ഒരുപാട് യുവാക്കളുണ്ട്. അവർക്ക് വേണ്ടത്ര പിന്തുണ നമ്മൾ നൽകുന്നില്ല. സർഗാത്മകതയുടെ വലിയൊരു മേഖലയാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അനവധി കവികൾ, എനിക്കൊന്ന് DC ബുക്സും NBS ഒക്കെ അച്ചടിക്കുന്ന അതിൻ്റെ ഇരട്ടി കവിതകളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബ്, ഫേസ്ബുക്കിൽ വരുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം സംരംഭങ്ങളെ എങ്ങനെയാണ് നമുക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത്, അവരെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ആദ്യ പഠനവേദി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനത്തിന്, അറിവിനൊരു പ്രാധാന്യമുള്ള ഒരു സമൂഹം വളർന്നു വരേണ്ടത് ആവശ്യമാണ്. അറിവും ചിന്താശേഷിയും ഇല്ലാതെ നമുക്ക് എത്ര കാലം മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. കാണുന്നതിനോടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രതികരണം വരിക, നമ്മൾ പറയുന്നതിനോട് തോന്നിയതുപോലെ പ്രതികരിക്കുക, ഇങ്ങനെ പറയുന്ന ഒരു കാലാവസ്ഥ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. ഒരു ഇൻസ്റ്റന്റ് റിയാക്ഷൻസ് ആണ്. വളരെ പെട്ടെന്ന് ചാടിക്കയറി പ്രതികരിക്കുക, പെട്ടെന്ന് ചാടിക്കയറി തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഇത് ഒരർത്ഥത്തിലൊരു അറിവില്ലായ്മയാണ്, വൈജ്ഞാനികമായ ഒരു സ്തംഭനമാണ്, ഒരു നോളജ് ബ്ലോക്ക് എന്ന് പറയാവുന്ന ഒന്ന് നമ്മുടെ സമൂഹത്തിനകത്ത് നിൽക്കുന്നു എന്നുള്ളൊരു
തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിലാണ് ആദ്യ പഠനവേദി എന്നുള്ള ഒരു പഠനവേദി നമ്മൾ അനവധി ചർച്ചകൾ, അനവധി ഔപചാരികവും അനൗപചാരികമായ ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ രൂപപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം പിന്നാലെ നടത്തുന്നതാണ്. ഇതിൻ്റെ കരടായിട്ട് 1-2 സെൻറ്റൻസുകൾ മാത്രം ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്ന്, നമ്മുടെ ഒരു ലക്ഷ്യവും പരിപാടിയും എന്ന നിലയിൽ പറയാവുന്ന ഒന്ന്, ഇന്ത്യയിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വൈജ്ഞാനിക മുന്നേറ്റങ്ങളെയും സാഹിത്യ പ്രവർത്തനങ്ങളെയും ശക്തിപ്പെടുത്തുക. പുതിയ കാലഘട്ടത്തിലെ അന്വേഷണങ്ങളെയും ചിന്തകളെയും പഠിക്കുകയും വിശകലനം ചെയ്യുക. അംബേദ്കർ പഠനങ്ങളുടെ ദലിതരുടെ വിമോചനത്തിന് വേണ്ടി പുനർവായിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. ദലിത് വിഭാഗത്തിൽപ്പെട്ട എഴുത്തുകാരെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ആവിഷ്കാരങ്ങൾ സമുദായത്തിൻ്റെ ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. ഇങ്ങനെ ഉള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പഠനവേദി നമ്മൾ ആവിഷ്കരിക്കുന്നത്. ഈ പഠനവേദിയുടെ ഭാഗമായി കുട്ടികളുടെയും യുവാക്കളുടെയും മറ്റുള്ളവരുടെയും വലിയ ആവിഷ്കാരങ്ങൾ കൊണ്ടുവരാനും അവരുടെ എഴുത്തുകൾ കൊണ്ടുവരുവാനും അവരുടെ പ്രതികരണങ്ങൾ കൊണ്ടുവരുവാനും അത്തരം ഒരു വലിയ സാഹോദര്യവും കൂട്ടായ്മയും നമ്മുടെ ഇടയിൽ ഉണ്ടാവേണ്ടതുണ്ട്. അത്തരം ഒരു ഉയർന്ന സാഹോദര്യത്തിന് വേണ്ടിയുള്ള ഒരു വലിയ സംരംഭമാണ് നമ്മുടെ ഈ ആദിയർ പഠനവേദി. സാർ പറഞ്ഞ പോലെ ആദിയർ എന്ന പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരു ജനത എന്ന നിലയിൽ, ഒരു വലിയ സ്വത്വം എന്ന നിലയിൽ അത്തരം ചിന്തകളുടെ ഒരു ആവശ്യം നമുക്കുണ്ട്. ആ ചിന്തകളുടെ സ്വത്വത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ് വാസ്തവത്തിൽ അംബേദ്കറിൻ്റെ ജയന്തിയുടെ സമ്മേളനം, ജയന്തി പ്രഭാഷണം കൂടെ ഇതിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കപ്പെട്ടത്. അംബേദ്കറിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് സാർ പറഞ്ഞു കഴിഞ്ഞു. ഈ CSDSൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മളോട് സംസാരിക്കും. ഞാൻ എൻ്റെ പ്രസംഗം അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദീർഘിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ഈ പ്രോഗ്രാം വാസ്തവത്തിൽ കുറച്ച് അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും, കാരണം ഇവിടെ ഇരിക്കുന്ന അംഗങ്ങളെല്ലാം ഇതിനോട് താല്പര്യമുള്ളവരാണ്. ഈ സംരംഭം, ഈ വൈജ്ഞാനിക മുന്നേറ്റം മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മുഴുവൻ പേരും. അവരുടെ ഒരു പങ്കാളിത്തം തന്നെയാണ് ഇതിൻ്റെ വിജയം. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിനെ ഉദ്ഘാടനത്തിനും മുഖ്യ പ്രഭാഷണത്തിനും നമുക്ക് കിട്ടിയിട്ടുള്ള 2 മഹനീയ വ്യക്തിത്വങ്ങളാണ്. സാറ് ഈ എഴുത്തിൻ്റെ മേഖലയിൽ വളരെ വ്യത്യസ്തമായി സഞ്ചരിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ളയാളാണ്. ഒരുപക്ഷെ നമ്മൾ ജനകീയമായിട്ട് സാറിനെ അത്രയും അറിഞ്ഞിട്ടുണ്ടാവുകയായിരിക്കും പലരും. എങ്കിൽ പോലും എഴുത്തിൽ പരമ്പരാഗത എഴുത്തുകളിൽ നിന്ന് മാറി എഴുതുകയും സർക്കാരുമായി ഇടപെടുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിലും കേരളത്തിൻ്റെ മുഖ്യധാരയിൽ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ബാബുജി സാറിനെ നമുക്ക് ഉദ്ഘാടനത്തിൽ കിട്ടിയത് എന്തുകൊണ്ടും ധന്യമാണ്. അതോടൊപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ദലിത് പ്രസ്ഥാനം എന്ന് ഇപ്പോൾ പറയാൻ കഴിയുന്ന ഒന്നാണ് CSDSൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ സാന്നിധ്യം നമ്മുടെ ഈ പ്രോഗ്രാമിന് വളരെ അനുഗ്രഹപ്രദമാണ് എന്നുകൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ദീർഘിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. തുടർന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി CSDSൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.